വരുന്ന ഷുഗർ പേഷ്യൻസ് പറയുന്ന ഒരു കാര്യം കേട്ടാൽ ശരിക്കും സങ്കടം തോന്നാറുണ്ട്. ഡോക്ടറെ, എനിക്ക് ഷുഗറാണ്, എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ ഷുഗർ കൂടും, ഇനി അഥവാ കഴിക്കാതിരുന്നാലോ വിശപ്പ് സഹിക്കാനും പറ്റില്ല. വീട്ടിലുള്ളവരെ കണ്ണ് വെട്ടിച്ച് പലതും കഴിക്കാറുണ്ട്, വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഡോക്ടറെ ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും പ്രമേഹ രോഗികളിൽ അവർ കഴിക്കുന്ന തെറ്റായ ഭക്ഷണ രീതി കൊണ്ടാണ് ഷുഗർ കൂടുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ ഹോർമോൺ മതിയായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഷുഗർ കൂടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഷുഗർ കുറയ്ക്കുന്നത് അതുപോലെ തന്നെ വിശപ്പ് നിയന്ത്രിക്കാനും പറ്റുന്ന ഒരു ഡയറ്റാണ്. ഇത് PCOD ഉള്ളവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. PCOD ഉള്ളവരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടുവരുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ ഹോർമോൺ മതിയായി പ്രവർത്തിക്കാത്തത് കൊണ്ട് ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫാറ്റായിട്ട് അടിഞ്ഞുകൂടും. അതുകൊണ്ടാണ് PCOD ഉള്ളവരിൽ വെയിറ്റ് ഗെയിൻ കൂടുതലായിട്ട് കണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ അവർക്ക് വയറിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ്. ഈ ഡയറ്റ് PCOD ഉള്ളവർക്കും അതുപോലെ തന്നെ വയറ് കുറക്കാൻ ശ്രമിക്കുന്നവർക്കും കൂടെ ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് അരിയിലും ഗോതമ്പിലും ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെത്തിയാൽ ഗ്ലൂക്കോസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡ്സും ഒരേ രീതിയിലല്ല നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് കൂട്ടുന്നത്. പഠനങ്ങൾ പറയുന്നത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ കഴിക്കുന്നവരിൽ ഷുഗർ കുറയുകയും നിയന്ത്രിക്കാൻ പറ്റുകയും അതോടൊപ്പം തന്നെ ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അത് വളരെ പതുക്കെയാണ് ഈ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ള പേഷ്യൻസ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ? ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ചില പച്ചക്കറികളാണ്. അതായത് വെള്ളരിക്ക, ഇലക്കറികൾ, ചീര, മുരിങ്ങ പോലെയുള്ള ഇലക്കറികൾ, ക്യാബേജ്, കോളിഫ്ലവർ, ഇത്തരം പച്ചക്കറികളാണ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ. കൂടാതെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആപ്പിള്, പേരക്ക, അതുപോലെ കിവി, ഇവയിലെല്ലാം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. അതുപോലെ ഓട്സ്, പിന്നെ നട്ട്സ് ആയിട്ടുള്ള ബദാം, ഇവയിലെല്ലാം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടത് അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകളും പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കഴിക്കുന്ന ഫുഡുകളിൽ കൂടുതലായിട്ട് ഫൈബർ, നാരടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ നല്ല ഫാറ്റ്, ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, അതുപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഷുഗർ കുറക്കാൻ സഹായിക്കും, ഒപ്പം വിശപ്പ് നിയന്ത്രിക്കാനും സാധിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് 5 ഫുഡുകളാണ്. അതിൽ ധാരാളം ഫൈബർ, അതുപോലെ പ്രോട്ടീന്, ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് മുട്ടയാണ്. നിങ്ങൾ പ്രഭാത ഭക്ഷണത്തോടു കൂടെ മുട്ട ആഡ് ചെയ്യുകയാണെങ്കിൽ, മുട്ടയിൽ ഒരുപാട് ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് മുട്ട. അപ്പോൾ രാവിലെ തന്നെ പഠനങ്ങൾ പറയുന്നത് രാവിലെ തന്നെ നിങ്ങൾ പ്രഭാത ഭക്ഷണത്തോടു കൂടെ, പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർ പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടെ പ്രോട്ടീൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസം മുഴുവന് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ രാത്രി അമിതമായിട്ട് ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കാനും സാധിക്കും. പ്രമേഹ രോഗികൾ രാത്രി അധികം ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കുറയ്ക്കാനും അതുപോലെ വിശപ്പ് നിയന്ത്രിക്കാനും പറ്റും. അടുത്തതായിട്ട് പറയുന്നത് പച്ചക്കറികളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലവർഗ്ഗങ്ങളായിട്ടുള്ള ചീര, അതുപോലെ വെള്ളരിക്ക, ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ, ഇത്തരം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ പച്ചക്കറികൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ധാരാളം ഫൈബർ, നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഇത് ഗ്ലൂക്കോസ് കുറയ്ക്കാനും സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വയറൊരു ഫില്ലായി പോലെ തോന്നിക്കും. അതുകൊണ്ട് തന്നെ വിശപ്പും നിയന്ത്രിക്കാൻ പറ്റും.
ഇത് നിങ്ങൾക്ക് സാലഡായിട്ട് ഉപയോഗിക്കാം. ഒരുപാട് കുക്ക് ചെയ്ത് പച്ചക്കറികൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടാൻ കാരണമാവുകയും ഷുഗർ കൂടാനുള്ള കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ സാലഡായിട്ടോ അല്ലെങ്കിൽ ഒരു മീഡിയം ജസ്റ്റ് കുക്ക്ഡ് ആയിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് നട്ട്സ്. നട്ട്സ് എന്ന് പറയുമ്പോൾ ഈ 3 കോമ്പിനേഷനും അടങ്ങിയിട്ടുള്ളതാണ് നട്ട്സ്. ഗുഡ് ഫാറ്റ് ഉണ്ട്, അതുപോലെ നല്ല രീതിയിൽ പ്രോട്ടീനും അതുപോലെ ഫൈബറും അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നട്ട്സ്. അതായത് നിങ്ങൾക്ക് ബദാം, വാൾനട്ട് പോലെയുള്ള നട്ട്സ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റീനെ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നു. ഇതുപോലെ ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള മറ്റൊരു ഭക്ഷണമാണ് അവക്കാഡോ. ഈ അവക്കാഡോ നിങ്ങൾ വിശപ്പ് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും സഹായിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്, അഞ്ചാമതായിട്ട് പറയാനുള്ളത് ഓട്സ് ആണ്. പ്രമേഹ രോഗികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ബെസ്റ്റ് ചോയ്സ് ആണ് ഓട്സ് എന്ന് പറയുന്നത്. ഓട്സിൽ അടങ്ങിയിട്ടുള്ള സൊല്യൂബിൾ ആയിട്ടുള്ള ഫൈബറിന് ഇത് ഗ്ലൂക്കോസിനെ സ്ലോ റിലീസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും നിങ്ങളുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ 5 ഭക്ഷണങ്ങളിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് ഫാറ്റും നാരടങ്ങിയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള 5 ഭക്ഷണങ്ങളാണ്. ഈ 5 ഭക്ഷണങ്ങളും നിങ്ങളുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും ഇൻസുലിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് കുറയുകയും അതോടൊപ്പം തന്നെ ഫാറ്റ് അടിഞ്ഞുകൂടിയിട്ടുള്ള ഫാറ്റ് കൂടുതലായിട്ട് ബേൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ 5 ഫുഡുകൾ നിങ്ങൾക്ക് വയറ് കുറക്കാൻ വേണ്ടി ഡയറ്റ് എടുക്കുന്നവർക്ക് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ 5 ഫുഡുകൾ ഇനി ഒരു ദിവസം എങ്ങനെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം? ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പ്രഭാത ഭക്ഷണമായിട്ട് നിങ്ങൾക്ക് പ്രമേഹ രോഗികൾക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഓട്സ് എന്നുള്ളത്. ഓട്സിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയിൽ അടങ്ങിയിട്ടുള്ള ഹൈ പ്രോട്ടീൻ നിങ്ങളെ വിശപ്പ് കുറക്കുകയും ദിവസം ഉടനീളം നിങ്ങൾക്ക് വിശപ്പ് നിയന്ത്രിക്കാൻ പറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഫുഡിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രമേഹ രോഗികൾ അവർ കഴിക്കുന്ന ഫുഡിൻ്റെ ടൈമിംഗ് കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു മണിക്കൂറിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്ലൂക്കോസിന് ഡ്രോപ്പ്, നിങ്ങളുടെ ശരീരത്തിലുള്ള ഷുഗറിന് ഡ്രോപ്പ് വരികയും അതായത് ഷുഗർ പെട്ടെന്ന് കുറയുകയും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതോടുകൂടെ ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഭക്ഷണം കഴിക്കുന്നതോടുകൂടെ നിങ്ങൾ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രമേഹ രോഗികൾ ഇടയ്ക്കിടെ ഇപ്പോൾ 3 നേരം കഴിക്കുന്നത് ഒരു ഡിവൈഡ് ചെയ്തിട്ട് ഒരു 4 അല്ലെങ്കിൽ 5 നേരമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം. കഴിക്കുന്ന ചെറിയ അളവിൽ വേണം കഴിക്കാൻ. ഇനി അത് കഴിഞ്ഞ് ഇപ്പോൾ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഒരു 10-11 മണിയാകുമ്പോഴേക്കും അവർക്ക് ചെറിയ രീതിയിൽ വിശക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാം, ഒരു പിടി നട്ട്സ് കഴിക്കാം. ഇത് നിങ്ങളെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ചെറിയ ഫ്രൂട്ട് കഴിക്കുക. ഫ്രൂട്ട് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട് ജ്യൂസ് ആക്കാതെ റോ ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ആപ്പിള്, പിയർ, ഓറഞ്ച്, കിവി പോലെയുള്ള ഫ്രൂട്ട്സുകൾ ചെറിയ അളവിൽ കഴിക്കാവുന്നതാണ്. ഇനി ലഞ്ചാണ് ഈ ഡയബറ്റിക് പേഷ്യൻ്റ് ഒരു മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ലഞ്ചാണ്. അപ്പോൾ ലഞ്ച് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൻ്റെ ഒരു 50% നിങ്ങൾ പച്ചക്കറികളാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പച്ചക്കറികൾ നിങ്ങൾക്ക് സാലഡായിട്ടോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് കുക്ക്ഡ് ആയിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ലഞ്ചിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ബാക്കി ഒരു 25% വളരെ ചെറിയ തോതിൽ നിങ്ങൾക്ക് ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ബാക്കി ഒരു 25% പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ചിക്കന് അല്ലെങ്കിൽ വേവിച്ച ചിക്കന് അല്ലെങ്കിൽ പനീർ, മുട്ട പോലെയുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ബാക്കി നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ വൈകിട്ടാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്നാക്കായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സോ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചായ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ടാണ് കുടിക്കേണ്ടത്. ഇനി രാത്രിയാകുമ്പോഴേക്കും ഡയബറ്റിക് പേഷ്യൻസ് പ്രമേഹമുള്ളവർ ചെയ്യേണ്ടത് വളരെ ലൈറ്റായിട്ട് നേരത്തെ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്.
ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രി ലഞ്ചിനേക്കാൾ വളരെ ലൈറ്റായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളും അതുപോലെ കുറച്ച് വെജിറ്റബിൾസും നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡിനോട് കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കഴിക്കുന്ന സമയം, അതുപോലെ തന്നെ കഴിക്കുന്ന ഒരു പോർഷൻ്റെ സൈസും എത്ര അളവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഭക്ഷണം കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രമായിട്ടില്ല, കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്നതും നല്ല രീതിയിൽ ഉറങ്ങുന്നതും പ്രമേഹ രോഗികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രമേഹ രോഗികളിൽ മതിയായിട്ടുള്ള അളവിൽ ഇൻസുലിൻ ഉണ്ടെങ്കിലും അത് കാര്യമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഷുഗർ കൂടുന്നത്. അപ്പോൾ നമ്മുടെ പ്രമേഹ രോഗികളിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസ്, അതായത് ഷുഗറിൻ്റെ അളവ് കൂടുതലായിട്ട് കണ്ടുവരുന്നു. അപ്പോൾ ഈ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയുന്ന ഒരു ബെസ്റ്റ് എക്സസൈസ് പറയുന്നത് നടത്തം തന്നെയാണ്. രാവിലെ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ആഴ്ചയിൽ 5 ദിവസം നടക്കുന്നത് ഷുഗർ കുറക്കാൻ സഹായിക്കുന്നു. ഇതെങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങളുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള കൂടുതൽ അളവിലുള്ള ഷുഗർ, ഈ ഷുഗർ കണ്ടൻറ്റ് മസിൽസ് അവരുടെ എനർജി എക്സസൈസ് ചെയ്യുമ്പോൾ മസിൽസ് അത് വിനിയോഗിക്കുന്നു. അത് കാരണം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ഷുഗർ കുറക്കാനും സഹായിക്കുന്നു. ഇതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറക്കം. ഡെയിലി ഒരു 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉറക്കം കുറയുന്നത്, പ്രത്യേകിച്ച് 6 മണിക്കൂറിൽ കുറവാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ ഈ ഇൻസുലിൻ ഹോർമോണിന് കാര്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാതെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ഉയരാൻ സാധ്യതയുണ്ട്. പ്രമേഹ രോഗികളിൽ അവർ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ ഉറക്കം, സ്ട്രെസ്സ്, എക്സസൈസ് ഇവയെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു 5 ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ 30 ദിവസം, ഒരു മാസത്തോളം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ കൺസൾട്ടേഷന് വേണ്ടിയോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ.